ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിബഞ്ചേഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇത്രയും നാൾ അക്കൗണ്ടിങ് കമ്പനി അക്കൗണ്ട്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകൾ മൊത്തം എന്താണ് ഷെയർസിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറേ ഷെയർസിനെ കുറിച്ചാണ് പഠിച്ചതെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ ഈ വീഡിയോ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിബഞ്ചേഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ +2 തൊട്ട് ഒരു കേട്ട ടൈമാണ് അല്ലേ? ബാലൻസ് ഷീറ്റിനകത്ത് ലയബിലിറ്റി സൈഡിനകത്ത് സ്ഥിരമായിട്ട് കയറി വരുന്നൊരു സാധനം ഡിബഞ്ചേഴ്സ്. സോ ഡിബഞ്ചേഴ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ എന്താണ് ഡിബഞ്ചേഴ്സ് എന്ന് മനസ്സിലാക്കണം, ഡിബഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം, ഏതൊക്കെ രീതിയിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണമെന്ന് മനസ്സിലാക്കണം, ഏതൊക്കെ രീതിയിൽ ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ നടത്തണമെന്ന് മനസ്സിലാക്കണം. കൂടാതെ ഒരു കമ്പനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട ബേസിക് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. മനസ്സിലായി? ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമുക്ക് ഡിബഞ്ചേഴ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. എന്താണ് ഡിബഞ്ചേഴ്സ്, എന്തൊക്കെയാണ് ഡിബഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഓക്കെ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു കമ്പനിക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, ഏതൊക്കെ രീതിയിൽ കമ്പനിക്ക് ഡിബഞ്ചേഴ്സിനെ റിഡംഷൻ നടത്താം, റിഡീം ചെയ്യാം. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഒരു കമ്പനിക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണമെങ്കിലോ അതിൻ്റെ റിഡംഷൻ നടത്തണോ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട, സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാം എന്താണ് ഡിബഞ്ചേഴ്സ്? ഒരു കടപ്പത്രം അല്ലേ, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് എന്ന് മാത്രം ഒറ്റ വാക്കിൽ പറയാവുന്ന ഒരു സാധനം മാത്രമാണ് ഡിബഞ്ചേഴ്സ്. ഓക്കെ, അതായത് സാധാരണ രീതിയിൽ കമ്പനി കടം വാങ്ങിക്കുന്നത് പോലെ ഡെപ്റ്റ് വാങ്ങിക്കുന്നത് പോലെ മാത്രം കണക്കാക്കാൻ പറ്റുന്ന ഒരു സാധനം. അത് അസറ്റിനെ സെക്യൂർ ചെയ്തിട്ടാവാം, അല്ലെങ്കിൽ അല്ലാതെയും ആവാം. മനസ്സിലായോ? അതായത് ഇപ്പം നമ്മുടെ കമ്പനിയുടെ ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 ലക്ഷം രൂപ വേണം. ആ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ആ 5 ലക്ഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഷെയർസോ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രിഫറൻസ് ഷെയർസോ ഒന്നും ഇഷ്യൂ ചെയ്യാനൊന്നും പറ്റില്ല. സോ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ആ 5 ലക്ഷത്തിന് വേണ്ടിയിട്ട് കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയാണ് വിളിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ നിന്ന് കമ്പനി 5 ലക്ഷം രൂപ വാങ്ങിക്കുന്നു. കമ്പനിയുടെ ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്ത് ഈ 5 ലക്ഷം രൂപ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. കൂടാതെ എത്രയൊക്കെ വെച്ചിട്ടാണ് ആ ഡിബഞ്ചറിന്, അല്ലെങ്കിൽ എത്ര ശതമാനം വെച്ചിട്ടാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കണേ, അത് എത്ര നാൾ വരെയാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കണേ, എത്ര നാൾ കഴിയുമ്പോൾ നമ്മൾ ഈ പൈസ തിരിച്ച് അവർക്ക് തന്നെ കൊടുക്കും എന്നുള്ള പക്കാ ഡീറ്റെയിൽസ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതുന്ന ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ് ഡിബഞ്ചർ എഗ്രിമെൻറ്റ്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഒരാളുടെ എന്ന് കടം വാങ്ങിക്കുന്നത് പോലെ തന്നെ, ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് പോലെ തന്നെ, പക്ഷേ അതിൻ്റെ പ്രോസസ്സുകളും കാര്യങ്ങളെല്ലാം ഡിഫറൻ്റ് ആണെന്ന് മാത്രം. മനസ്സിലായോ? സോ ഒരു ഡിബഞ്ചർ ഹോൾഡറുടെ കയ്യിൽ നിന്ന് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഓക്കെ ഒരു ഡിബഞ്ചർ എഗ്രിമെൻ്റ് എഴുതി നിശ്ചിതമായിട്ടുള്ള എമൗണ്ട് നമ്മൾ വാങ്ങിക്കുന്നു. അതിന് എത്ര കാലാവധി വരെയാണെന്നും എത്ര ശതമാനമാണ് അതിന് പലിശ കൊടുക്കാൻ പോകുന്നതെന്നും കൃത്യമായിട്ട് ആ ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്ത് കാണിച്ചിട്ടുണ്ടാകും. ഡിബഞ്ചർ എന്ന് പറയുന്നത് തന്നെ ഒരു എഗ്രിമെൻ്റാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഡിബഞ്ചേഴ്സ് ഇൻക്ലൂഡ്സ് ഡിബഞ്ചർ സ്റ്റോക്ക്, ബോണ്ട്സ് ഓർ എനി അതർ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് എ കമ്പനി എവിഡൻസിങ് എ ഡെപ്റ്റ് മീൻസ് മനസ്സിലായി, ഒരു കടം, അത്രേ ഉള്ളൂ. whether the constituting a charge on the asset of the company or not. മനസ്സിലായി? അതായത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന നേരത്ത് അസറ്റിൻ്റെ മുകളിൽ, കമ്പനിയുടെ അസറ്റിൻ്റെ മുകളിൽ ഒരു ചാർജ് ചെയ്തുകൊണ്ട് ഓക്കെ നമുക്ക് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം, അല്ലാത്ത രീതിയിലും ചെയ്യാം. ആ ചാർജ് എന്ന് വെച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു സെക്യൂർഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു അസറ്റിനെ ഇതിനകത്തോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ അല്ലാതെയും നമുക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. സോ നോർമൽ കേസിനകത്ത് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ്. കമ്പനിയും ഡിബഞ്ചർ ഹോൾഡറും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ്. ഇത്രയും രൂപ നിങ്ങളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇത്രയും വർഷത്തേക്കാണ് ഞാൻ അത് വാങ്ങിച്ചിരിക്കണേ, എല്ലാ വർഷവും ഇത്ര ശതമാനം വെച്ച് നിങ്ങൾക്ക് നിശ്ചിതമായിട്ടുള്ള എന്ത് തന്നോളാം, പലിശ തന്നോളാം എന്ന്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തന്നോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, എന്തൊക്കെയാണ് ഡിബഞ്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, Debenture is an instrument to acknowledge the creditors of the company. നോർമൽ കേസിനകത്ത് എങ്ങനെ മാത്രം ട്രീറ്റ് ചെയ്താൽ മതി, ഒരു ക്രെഡിറ്റേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ. ആൻഡ് ദ സെക്കൻഡ് വൺ, എ ഡിബഞ്ചർ ഹോൾഡർ ഈസ് നോട്ട് എ മെമ്പർ ബട്ട് എ ക്രെഡിറ്റർ. നിങ്ങളൊരു ഡിബഞ്ചർ ഹോൾഡർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും കമ്പനിയുടെ മെമ്പർ അല്ല. ഏതുപോലെ ഇക്വിറ്റിയൊക്കെ പോലെ നിങ്ങൾ ഒരിക്കലും കമ്പനിയുടെ മെമ്പർ അല്ല, നിങ്ങൾ എന്തു മാത്രമാണ്, ഒരു ക്രെഡിറ്റർ മാത്രമാണ്. ആൻഡ് ദ തേർഡ് വൺ, എ ഡിബഞ്ചർ ഹോൾഡർ ഹാസ് എ റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഈവൻ ഇഫ് ദ കമ്പനി ഡസ് നോട്ട് മേക്ക് പ്രോഫിറ്റ്. ഈ ഇക്വിറ്റി ഷെയർസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താ? കമ്പനി പ്രോഫിറ്റബിൾ ആണെങ്കിൽ മാത്രമേ ഇക്വിറ്റി ഷെയർസിന് ഡിവിഡൻഡ് കിട്ടുള്ളൂ അല്ലേ? പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അങ്ങനെയല്ല. നിങ്ങൾ പ്രോഫിറ്റോ ലോസ് ആയിക്കോ, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഇത് അറിയേണ്ട ആവശ്യമേ ഇല്ല. എന്ത് കിട്ടിയേ പറ്റൂ, നിർബന്ധമായിട്ടും അവർക്ക് ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കിട്ടിയേ പറ്റൂ. ദാറ്റ് മീൻസ് എ ഡിബഞ്ചർ ഹോൾഡർ ഹാസ് എ റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഈവൻ ഇഫ് ദ കമ്പനി ഡസ് നോട്ട് മേക്ക് പ്രോഫിറ്റ്. മനസ്സിലായോ? ദ നെക്സ്റ്റ് വൺ, ഡിബഞ്ചർ ക്യാരീസ് എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ പറയുന്നത് പോലെ ഏതിനെ കമ്പയർ ചെയ്ത് പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഷെയർസിനെ കമ്പയർ ചെയ്ത് പറയാം. ഷെയർസിൻ്റെ കേസിനകത്ത് എങ്ങനെയാണ്,
ഓരോ ടേമിലും അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് മാറിക്കൊണ്ടേയിരിക്കും. ഏതിനെ അടിസ്ഥാനമാക്കി? ഈ പറയുന്ന പ്രോഫിറ്റിനെ അടിസ്ഥാനമാക്കി. കമ്പനി ഹൈലി പ്രോഫിറ്റബിൾ ആണെങ്കിൽ EPS കൂടും, അതിനനുസരിച്ച് അവർക്ക് ഡിവിഡൻഡും കൂടും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. കമ്പനി എത്ര ലാഭത്തിലാണേലും ശരി, കമ്പനി എത്ര നഷ്ടത്തിലാണേലും ശരി, അവരുടെ ഫിക്സഡ് പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും. അടുത്തത്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഈസ് ചാർജബിൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അറിയാലോ, നമ്മൾ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കണേ? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കമ്പനിയുടെ റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് കമ്പനിയുടെ P&L അക്കൗണ്ടിനകത്ത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഓക്കെ, അതായത് ഈ ഡിവിഡൻഡ് എന്നൊക്കെ പറയുന്നത് അപ്രോപ്രിയേഷൻ ആണെങ്കിൽ, P&L അപ്രോപ്രിയേഷൻ ആണ് ഈ പറയുന്ന ഡിവിഡൻഡ് എന്നുള്ള കാര്യങ്ങൾ കയറി വരികയാണെങ്കിൽ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അപ്രോപ്രിയേഷൻ അല്ല, അത് നമുക്ക് നോർമൽ നമ്മുടെ എക്സ്പെൻഡിച്ചർ ആയിട്ട് P&L തന്നെ കൊണ്ട് ചാർജ് ചെയ്യാം. അടുത്തത്, ഡിബഞ്ചേഴ്സ് ആർ നോർമലി റെഡീമബിൾ, ആൾസോ എ കമ്പനി ക്യാൻ ഇഷ്യൂ പെർപ്പച്വൽ ഡിബഞ്ചേഴ്സ്. ദാറ്റ് മീൻസ് ഓരോ ഡിബഞ്ചേഴ്സിനെയും അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇറക്കുന്നത് നമ്മളൊരു റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇറക്കണേ. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ എഗ്രിമെൻറ്റിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. എന്തെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴാണ്, എത്ര നാളേക്കാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വരും. ഇനി ആ വരുന്ന സാഹചര്യങ്ങളിൽ കമ്പനിക്ക് വേണമെങ്കിൽ ഒരു ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാം. മനസ്സിലായി? ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് 3 വർഷത്തേക്കാണ്. 3 വർഷം കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയോ കുറച്ചോ നിങ്ങൾക്ക് വേറെ ഡിബഞ്ചേഴ്സും കൂടെ ഇഷ്യൂ ചെയ്യാം. സോ ദാറ്റ് മീൻസ് ആ ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്ത് റിഡംഷൻ്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് റിഡംഷൻ നടത്തുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണമെന്ന് മാത്രം. അടുത്തത്, എ ഡിബഞ്ചർ ഹോൾഡർ കാനോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്സ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരിക്കലും ഒരു മെമ്പർ അല്ല. അതുകൊണ്ട് കമ്പനിയുടെ മീറ്റിങ്ങിനകത്തോ കമ്പനിയുടെ ഏതെങ്കിലും കാര്യങ്ങളിലോ ഒരു തരത്തിലുള്ള വോട്ടിംഗ് റൈറ്റ്സും ആർക്ക് കിട്ടില്ല? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടില്ല. And at the time of winding up, the debenture holders have the priority over the shareholders regarding the return amount due to them. അതായത് ആ ഡിബഞ്ചേഴ്സ് ഹോൾഡേഴ്സ് പൈസ മുടക്കിയ കമ്പനി പൂട്ടിപ്പോയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് എന്ന് പറയുന്ന പ്രോസസ് ആണെന്ന് വിചാരിക്കുക. സോ കമ്പനിയുടെ അസറ്റിനെ ലിക്വിഡേറ്റ് ചെയ്ത് കമ്പനിയുടെ അസറ്റിനെ ക്യാഷ് ആക്കിയിട്ട് ആദ്യം ആരെ കൊടുത്തു തീർക്കണം? ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കൊടുത്തു തീർക്കണം. എന്നിട്ട് ബാക്കി പൈസ ഉണ്ടെങ്കിലേ ഷെയർ ഹോൾഡേഴ്സിന് അവകാശമുള്ളൂ. മനസ്സിലായി? ചുരുക്കം പറഞ്ഞാൽ പുറത്തുനിന്ന് കടം എടുക്കുന്നത് പോലുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ് ഡിബഞ്ചർ. ആ ഡിബഞ്ചർ എഗ്രിമെൻറ്റിനകത്ത് ഓക്കെ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് എഴുതണമെന്ന് മാത്രം. എത്രയാണ് പലിശ, എങ്ങനെയാണ് അത് റിഡംഷൻ നടത്തണേ എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ, അതാണ് നമ്മൾ പറഞ്ഞത്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മെമ്പർ അല്ല. അവർക്ക് യാതൊരു തരത്തിലുള്ള വോട്ടിംഗ് റൈറ്റ്സോ വോട്ടിംഗ് പവേഴ്സോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ആകെയുള്ള ഒരു ഗുണം എന്താ? കമ്പനി വൈൻഡിങ് അപ്പ് ആവുന്ന നേരത്ത് പൊളിഞ്ഞു പോവും എന്ന് ഉറപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് കൊടുത്തതിന് ശേഷം, ദാറ്റ് മീൻസ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു പ്രയോറിറ്റി ഉണ്ടാവും. മനസ്സിലായല്ലോ? അടുത്തത്, എങ്ങനെയൊക്കെയാണ് കമ്പനി ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യണേ? ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. Issue of debentures can be classified into 3. The first one is called issued for cash, and the second one issued for a consideration other than cash, and third one issued as a collateral securities. ഈ മൂന്നും നമ്മൾ ഡിഫറൻസ് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ കമ്പനിക്ക് ഒരു പ്രൊജക്റ്റിൻ്റെ എക്സ്പാൻഷൻ ഉണ്ട്. സോ കമ്പനി എന്ത് ചെയ്യണേ? ഒരു 50 ലക്ഷം രൂപ കമ്പനിക്ക് പുതിയതായിട്ട് വേണം. സോ കമ്പനി ഫസ്റ്റ് ചോയ്സ് ചൂസ് ചെയ്യും, ഇഷ്യൂഡ് ഫോർ ക്യാഷ്. അതായത് 50 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ കമ്പനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കുകയാണ്. അവരിൽ നിന്ന് 50 ലക്ഷം രൂപ വാങ്ങിക്കുക. നമ്പർ 1. നമ്പർ 2, ദ ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കാനാണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? കമ്പനി ഏതെങ്കിലും ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഇഷ്യൂ ചെയ്യണേ? ഡിബഞ്ചർ ഹോൾഡർ ഇഷ്യൂ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് എന്ത് വരും? അസറ്റ് വരും. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എന്ത് പോവും? ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഇഷ്യൂ ചെയ്യും. മനസ്സിലായി? ഇപ്പം നിങ്ങളുടെ കൈവശമുള്ള ഒരു 10 ലക്ഷം രൂപയുടെ അസറ്റ് എനിക്കിപ്പോൾ അത്യാവശ്യമാണ്, പക്ഷേ ഇപ്പോൾ തരാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഓക്കെ, അതായത് എനിക്ക് ക്യാഷ് കിട്ടുന്നത് എന്തായാലും ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. സോ ഞാൻ നിങ്ങളോട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള അസറ്റ്, ആ 10 ലക്ഷം രൂപ വിലയുള്ള അസറ്റ് എനിക്ക് ഇതാ, ഞാൻ പകരം തിരിച്ച് നിങ്ങൾക്ക് ഞാൻ എന്ത് ഇഷ്യൂ ചെയ്ത് തരാം? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് തരാം. ഒരു 3 വർഷത്തെ ഡിബഞ്ചർ തരാം. സോ നിങ്ങൾ ആലോചിച്ച് നോക്കി, 3 വർഷം നിങ്ങൾക്ക് ഈ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റും കിട്ടും. 3 വർഷം കഴിയുമ്പം ഞാൻ നിങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ അസറ്റിൻ്റെ എമൗണ്ട് എത്രയാണോ അത് ഞാൻ നിങ്ങൾക്ക് തരുകയും ചെയ്യും. മനസ്സിലായോ? ആ പൈസ തരാതിരിക്കത്തൊന്നുമില്ലല്ലോ. കാരണം എന്താ? 10 ലക്ഷം രൂപ ഡിബഞ്ചറാണ് ഞാൻ ഇഷ്യൂ ചെയ്യണേ. സോ ഇപ്പോൾ എനിക്ക് അസറ്റ് കിട്ടി. ആ അസറ്റ് കിട്ടിയാൽ ഞാൻ ഡിബഞ്ചറിൻ്റെ എഗ്രിമെൻറ്റ് നിങ്ങൾക്ക് സൈൻ ചെയ്ത് തന്നു. ആ 3 വർഷത്തേക്ക് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഞാൻ എന്ത് തരും? ഈ പറയുന്നത് പോലെ ഇൻട്രസ്റ്റ് തരും. ആഫ്റ്റർ 3 ഇയേഴ്സ് ആ ഡിബഞ്ചറിൻ്റെ എമൗണ്ട് എത്രയാണോ അത് ഞാൻ നിങ്ങൾക്ക് തരും. ആൻഡ് ദ ലാസ്റ്റ് വൺ, ഇഷ്യൂഡ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റീസ്. ഇപ്പോൾ നിങ്ങളൊരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു പ്രൈമറി സെക്യൂരിറ്റിയും ഒരു സെക്കൻഡറി സെക്യൂരിറ്റിയും ഉണ്ടാവും. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കൊളാട്രൽ സെക്യൂരിറ്റി നമ്മൾ അവിടെ കൊണ്ട് വെക്കണം. സോ ഇവിടെ പ്രൈമറി സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അസറ്റിനെ പ്ലെഡ്ജ് ചെയ്തിട്ടാണ് നിങ്ങൾ ലോൺ എടുക്കണേ. പക്ഷേ ബാങ്കിന് അത് പോരാ.
ബാങ്ക് പറയുന്നത് ഞങ്ങൾക്ക് ആ അസറ്റിൻ്റെ പ്രൈമറി സെക്യൂരിറ്റീസ് മാത്രം പോരാ, ഞങ്ങൾക്ക് എന്തും കൂടെ വേണം, ഇത്രയും രൂപയുടെ ഡിബഞ്ചറും കൂടെ നിങ്ങൾ സൈൻ ചെയ്ത് തരണം. മനസ്സിലായി? ഇപ്പം HDFC ബാങ്കിൽ നിന്ന് ഒരു 5 ലക്ഷം രൂപ നിങ്ങൾക്ക് ലോൺ വേണം. സോ നോക്കി, ബാലൻസ് ഷീറ്റിൻ്റെ ക്രെഡിറ്റ് സൈഡ് അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ 5 ലക്ഷം രൂപയുടെ ലോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ലോൺ എടുത്തേ? ഡിബഞ്ചർ HDFC ബാങ്കിൻ്റെ പേരിൽ ഡിബഞ്ചർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടാണ് ലോൺ എടുത്തത്. ദാറ്റ് മീൻസ് അങ്ങനെ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി അവർക്ക് കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കണേ. സിറ്റുവേഷൻ മനസ്സിലായോ? അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എങ്ങനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം? ഈ 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സിനകത്ത് ഈ 3 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ഇഷ്യൂഡ് ഫോർ ക്യാഷ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടി വരും. കാരണം ഒരു മോർ ദാൻ ഒരു 30 മിനിറ്റ്സ് ഒക്കെ വരുന്ന കുറേ പ്രീമിയം എങ്ങനെയാണ്, ഡിസ്കൗണ്ട് എങ്ങനെയാണ്, റിഡംഷൻ എങ്ങനെയാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയേണ്ട ഒരെണ്ണമാണ്. സോ നമുക്കത് അല്ലെങ്കിൽ ഇതൊരെണ്ണം നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഷ്യൂഡ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് ആൻഡ് ഇഷ്യൂഡ് ആസ് എ കൊളാട്രൽ സെക്യൂരിറ്റീസ്. ക്യാഷിനല്ല, ഏതെങ്കിലും ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആൻഡ് കൊളാട്രൽ സെക്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നോക്കാം. സെക്കൻഡ് മെത്തേഡ്, issued for consideration other than cash. പക്ഷേ in this case debentures are issued for a consideration other than cash. Examples are allotment of debentures for the asset purchased or technical services provided. There is no receipt of cash in this transaction for the allotment of debentures. മനസ്സിലായി? അതായത് ഡിബഞ്ചർ അലോട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്കിവിടെ യാതൊരു തരത്തിലുള്ള എന്തും കിട്ടുന്നില്ല, ക്യാഷ് റെസിപ്റ്റും കിട്ടുന്നില്ല. സാധാരണ രീതിയിൽ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോഴുള്ള ജേർണൽ എൻട്രി എന്താ? Asset account debtor to cash അല്ലേ? സാധാരണ രീതിയിൽ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറയും. ഇനി സാധാരണ രീതിയിൽ ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഒരു ജേർണൽ എൻട്രി എന്താ? 5 ലക്ഷം രൂപയ്ക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു, അതിൻ്റെ ജേർണൽ എൻട്രി എന്താ? നമുക്ക് 5 ലക്ഷം രൂപയുടെ ക്യാഷ് കിട്ടും അല്ലേ? സോ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ്. ദാറ്റ് മീൻസ് സാധാരണ രീതിയിൽ ഒരു അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന നേരത്തെ നമുക്ക് ക്യാഷ് കിട്ടും, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഇവിടെ നോക്കിയേ, ക്യാഷ് എന്ന് പറയുന്ന ഐറ്റമേ ഇല്ല. കാരണം എന്താ? നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടാണ്. സോ അങ്ങനെ വരുന്ന നേരങ്ങളിൽ നമുക്ക് ജേർണൽ എൻട്രി എന്ത് എഴുതാം? അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചേഴ്സ് എന്ന് എഴുതാം അല്ലേ? അതായത് ഇവിടെ ക്യാഷിൻ്റെ ട്രാൻസാക്ഷനേ ഇല്ല. ഇനി ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി. ബാലൻസ് ഷീറ്റ് എടുക്കുമ്പോൾ അസറ്റിന് എത്ര രൂപയാണോ, ഇപ്പോൾ സപ്പോസ് 1 lakh റുപ്പീസ് ആണെങ്കിൽ 1 lakh റുപ്പീസിൻ്റെ അസറ്റും കൂടും, 1 lakh റുപ്പീസിൻ്റെ ലൈബിലിറ്റിയും കൂടും അല്ലേ? അതായത് അസറ്റ് സൈഡ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1 lakh എഴുതും, ലൈബിലിറ്റി സൈഡിൽ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എത്ര രൂപ എഴുതാം? 1 lakh എഴുതാം. സോ ട്രീറ്റ്മെൻറ്റ് മനസ്സിലായല്ലോ? എന്തായിരുന്നു? ഇഷ്യൂ ഓഫ് കൺസിഡറേഷൻ, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ഫോർ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. മനസ്സിലായോ? നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ദ XYZ കമ്പനി, ഇതുമായിട്ട് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. XYZ കമ്പനി ടുക്ക് ഓവർ അസറ്റ്സ് ഓഫ് 230 lakhs ആൻഡ് ലൈബിലിറ്റി ഓഫ് 30 lakhs ഓഫ് PQR ലിമിറ്റഡ്. അതായത് XYZ കമ്പനി PQR ലിമിറ്റഡിൻ്റെ എന്ത് വാങ്ങിക്കണേ? അല്ലെങ്കിൽ XYZ കമ്പനി took over the assets of PQR Limited. PQR Limitedന്റെ 230 lakhsന്റെ അസറ്റ്സും ലൈബിലിറ്റീസ് 30 lakhsന്റെ ലൈബിലിറ്റീസും പർച്ചേസ് ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ XYZ കമ്പനി PQR കമ്പനീനെ അങ്ങ് ഏറ്റെടുക്കുന്ന നേരത്ത് XYZ കമ്പനി PQR ലിമിറ്റഡ് കമ്പനീനെ അങ്ങ് ഏറ്റെടുക്കുന്ന നേരത്ത് PQR ലിമിറ്റഡിന് അസറ്റ് ആയിട്ട് 230 lakhsഉം ലൈബിലിറ്റി ആയിട്ട് 30 lakhsഉം ഉണ്ടാകും. സോ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്ര വരും? 200 lakhs വരും അല്ലേ? ഞാൻ നിങ്ങളുടെ കമ്പനി ഏറ്റെടുക്കുകയാണ്. ഞാൻ നിങ്ങളുടെ കമ്പനി ഏറ്റെടുക്കുന്ന നേരത്ത് നിങ്ങളുടെ കമ്പനിയിൽ 230 ലക്ഷം രൂപയുടെ അസറ്റും 30 ലക്ഷം രൂപയുടെ ലൈബിലിറ്റിയും ഉണ്ടായിരുന്നു. സോ എൻ്റെ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നിങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 200 lakhs ആയിരിക്കും. കാരണം എന്താ? 230 രൂപയുടെ അസറ്റ് ഞാൻ എടുത്താൽ ആ 230 നിന്ന് ഞാൻ എത്ര കൊടുക്കേണ്ടി വരും? 30 രൂപയുടെ ലൈബിലിറ്റി കൊടുത്ത് തീർക്കേണ്ടി വരും. ദാറ്റ് മീൻസ് ബാലൻസ് എനിക്ക് എത്ര മാത്രമേ വരുന്നുള്ളൂ? 200 മാത്രമേ വരുന്നുള്ളൂ. ഇത് പർച്ചേസ് ചെയ്യുന്നത് നോക്കി, PQR ലിമിറ്റഡ് ഫോർ ദ പർച്ചേസ് കൺസിഡറേഷൻ ഓഫ് 220 lakhs. ദാറ്റ് മീൻസ് 200 രൂപയുടെ നെറ്റ് അസറ്റ് വാല്യൂ വരുന്ന അസറ്റ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് എത്ര രൂപയ്ക്കാണ്? 220 lakhsനാണ്.
ചെയ്തത് മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? 230 രൂപയുടെ അസറ്റ് ഉണ്ടായിരുന്നു, 30 ലക്ഷം രൂപയുടെ ലൈബിലിറ്റി ഉണ്ടായിരുന്നു. മൈനസ് ചെയ്യുമ്പോൾ 200 രൂപയുടെ നെറ്റ് അസറ്റാണ് ഞാൻ പർച്ചേസ് ചെയ്യണേ. ആ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്നത് എത്രയാണ്? 220 ലക്ഷമാണ് പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് കൊടുക്കണേ. ആ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് എങ്ങനെയാണ് നോക്കി. ദ XYZ കമ്പനി പെയ്ഡ് ദ പർച്ചേസ് കൺസിഡറേഷൻ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ഓഫ് 100 each അറ്റ് 10% പ്രീമിയം. അതായത് ടോട്ടൽ 220 ലാക്സ് ആണ് ഞാൻ കൊടുക്കണേ. ഈ 220 ലാക്സിനകത്ത് എന്ത് വരും? ഡിബഞ്ചർ ആണ് ഇഷ്യൂ ചെയ്യണേ. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് 10% പ്രീമിയത്തിനാണ്. മനസ്സിലായല്ലോ? 220 ലക്ഷം രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആ തരുന്നത് എങ്ങനെയാ? ക്യാഷ് ആയിട്ടല്ല, 220 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ ആണ് തരണേ. ആ തരുന്ന ഡിബഞ്ചർ എങ്ങനെയാണ് ഞാൻ തരണേ? പ്രീമിയത്തിനാണ് തരണേ. മനസ്സിലായോ? 220 രൂപ നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്, അല്ലെങ്കിൽ 220 രൂപയുടെ ഡിബഞ്ചർ ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് 100 ഡിബഞ്ചർ ആയിട്ടും 10% എന്തായിട്ടാണ് തരണേ? പ്രീമിയം ആയിട്ടാണ് തരണേ. ഇനി given journal entries in the books of XYZ Limited, XYZ കമ്പനി ലിമിറ്റഡിൻ്റെ ബുക്സിനകത്തുള്ള ജേണൽ എൻട്രി എഴുതണം. ക്വസ്റ്റ്യൻ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ PQRും ഞാൻ XYZ ആണ്. നിങ്ങളുടെ കൈവശമുള്ള 230 ലക്ഷം രൂപയുടെ അസറ്റും 30 ലക്ഷം രൂപയുടെ ലൈബിലിറ്റീസ് ഞാൻ ഏറ്റെടുത്തു. പകരം ഞാൻ നിങ്ങൾക്ക് തരുന്നത് 200 രൂപയുടെ ഡിബഞ്ചറാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണോ അതിന് ഞാൻ തരുന്നത് ഡിബഞ്ചറാണ്. ആ ഡിബഞ്ചർ തരുന്നത് എങ്ങനെയാണ്? പ്രീമിയത്തിലാണ്. എത്ര ശതമാനം? 10% പ്രീമിയത്തിലാണ് തരണേ. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ? സോ ജേണൽ എൻട്രി എഴുതുമ്പോൾ എങ്ങനെ വരും നമുക്ക് നോക്കാം. ജേണൽ എൻട്രി എഴുതുമ്പോൾ ഓക്കെ, ഫസ്റ്റ് നമുക്ക് അസറ്റ് കിട്ടിയതിൻ്റെ ജേണൽ എൻട്രി എഴുതണം അല്ലേ? അസറ്റ് എത്ര രൂപയാണ് നോക്കി? 230 ലാക്സിൻ്റെ ആണ് അസറ്റ് കിട്ടണേ. ദാറ്റ് മീൻസ് സൺട്രി അസറ്റ്സ് അക്കൗണ്ട് എത്ര വരും? 230 വരും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു? നമ്മൾ XYZ കമ്പനിയുടെ ആണ് എഴുതണേ. സോ PQRൽ നിന്ന് XYZലോട്ട് 230 ലക്ഷത്തിൻ്റെ അസറ്റ് വരുന്നുണ്ട്. സോ നമുക്ക് സൺട്രി അസറ്റ്സ് അക്കൗണ്ട് അറ്റ് 230 എന്ന് എഴുതാം. ടു ലൈബിലിറ്റീസ് അക്കൗണ്ട് എത്രയാ? 30 ലാക്സ്. 30 ലാക്സിൻ്റെ ലൈബിലിറ്റി ഉണ്ട്. സോ കിട്ടിയ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, കിട്ടിയ ലൈബിലിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി ഇത് PQRന് കൊടുക്കാനുള്ളതായിട്ട് കണക്കാക്കണം. സോ ടു PQR ലിമിറ്റഡ് എത്ര രൂപയാണ് നമ്മൾ കൊടുക്കണേ? 220 രൂപയാണ് കൊടുക്കണേ. സോ നോക്കിയേ, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് അതിന് കൊടുക്കുന്നതെങ്കിൽ ആ എക്സസ് വരുന്ന എമൗണ്ടിനെ നമ്മൾ സാധാരണ ഏത് അക്കൗണ്ടിലോട്ടാണ് മാറ്റുക? ഗുഡ്വിൽ അക്കൗണ്ടിലോട്ടാണ് മാറ്റുക. 10 രൂപയുടെ സാധനം 15 രൂപ കൊടുത്തിട്ടാണ് വാങ്ങിച്ചതെങ്കിൽ ആ ബാലൻസ് വരുന്ന 5 രൂപ നമ്മൾ അതിൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ ഗുഡ്വില്ലായിട്ട് കണക്കാക്കും. സോ അതേപോലെ തന്നെയാണ് ഇവിടെ 230 ലാക്സിൻ്റെ അസറ്റ് ഉണ്ട്. ഓക്കെ, 30 ലാക്സിൻ്റെ ലൈബിലിറ്റി ഉണ്ട്. രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 200 രൂപയാണ് നമുക്ക് നെറ്റ് അസറ്റ് ആയിട്ട് പറഞ്ഞത് അല്ലേ? 200 ലാക്സ് ആണ് നമുക്ക് നെറ്റ് അസറ്റ് ആയിട്ട് പറഞ്ഞത്. ആ 200 ലാക്സ് ആയിട്ട് വരുന്ന നെറ്റ് അസറ്റിനെ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് വാങ്ങിക്കണേ? 220 ലാക്സ് കൊടുത്തിട്ടാണ് വാങ്ങിക്കണേ. ദാറ്റ് മീൻസ് ഇവിടെ ഡിഫറൻസ് വരുന്ന 20നെ നമുക്ക് ഏത് അക്കൗണ്ടിലോട്ട് മാറ്റാം? ഗുഡ്വിൽ അക്കൗണ്ടിലോട്ട് മാറ്റാം. 20. സോ ജേണൽ എൻട്രി ആയി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? എങ്ങനെയായിരുന്നു പറഞ്ഞേ? സൺട്രി അസറ്റ് അക്കൗണ്ട് അറ്റ് 230 വരും, ലൈബിലിറ്റി 30 വരും. ദാറ്റ് മീൻസ് നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 200 ആണ്. ആ 200 വരുന്ന നെറ്റ് അസറ്റിനെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് 220 വെച്ചിട്ടാണ്. അഡീഷണൽ 20 രൂപയും കൂടെ കൊടുത്തിട്ടാണ്. ആ 20 രൂപേനെ നമുക്ക് ഏത് അക്കൗണ്ടിലോട്ട് കാണിക്കാം? നമ്മുടെ ഗുഡ്വിൽ അക്കൗണ്ടിലോട്ട് കാണിക്കാം. മനസ്സിലായി? ഇനി PQRനെ സെറ്റിൽ ചെയ്യണം. ദാറ്റ് മീൻസ് PQR ലിമിറ്റഡ് അക്കൗണ്ട് അറ്റ് 220 അല്ലേ? ഇത് കൊടുക്കണം. ഇതെങ്ങനെ കൊടുക്കണേ? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടാണ് കൊടുക്കണേ. സോ ടു ഡിബഞ്ചർ 200 ടു പ്രീമിയം 20 വരും. കാരണം എന്താ? ഇവിടെ നോക്കി, പർച്ചേസ് കൺസിഡറേഷൻ ഇഷ്യൂയിങ് ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച് അറ്റ് 10% പ്രീമിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതായത് 220 രൂപ കൊടുക്കുന്നത് എങ്ങനെയാ? 10% പ്രീമിയം കൂടെ കൂട്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഡിവൈഡ് ബൈ 110 × 10 ചെയ്യുമ്പോൾ നമുക്ക് പ്രീമിയം വരും
ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ഡിബഞ്ചറിൻ്റെ വാല്യൂ വരും. മനസ്സിലായി? രണ്ടും കൂടെ ചേർത്തിയിട്ട് ഡിബഞ്ചറും പ്രീമിയം കൂടെ ചേർത്തിട്ട് എത്ര രൂപ കൊടുത്താൽ മതി? 220 രൂപ കൊടുത്താൽ മതി. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ജനറൽ എൻട്രി മനസ്സിലായല്ലോ? കിട്ടിയ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, കിട്ടിയ ലയബിലിറ്റിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. നെറ്റ് അസറ്റ് നോക്കിയപ്പം 200 രൂപയേ ഉള്ളൂ. സോ PQR ലിമിറ്റഡിന് കൊടുക്കുക എന്നത് 220 രൂപയാണ്. അഡീഷണലി കൊടുക്കുന്ന 20 രൂപേനെ നമ്മൾ നമ്മുടെ ഗുഡ്വിൽ അക്കൗണ്ടിലോട്ട് മാറ്റി. ഇനി PQRന് 220 കൊടുക്കുന്നത് ഡിബഞ്ചർ വെച്ച് മാത്രമല്ല, ഡിബഞ്ചർ പ്ലസ് പ്രീമിയമാണ് 220 രൂപ കൊടുക്കണേ. അതായത് 10% പ്രീമിയം. സോ 100 പ്ലസ് 10% ആണ് 220. ഡിവൈഡ് ബൈ 110 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് പ്രീമിയം കിട്ടും. ഡിവൈഡ് ബൈ 110 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡിബഞ്ചർ കിട്ടും. മനസ്സിലായി? സോ നമ്മളിവിടെ പഠിച്ചത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അതർ ദാൻ ക്യാഷ്. ക്യാഷിനല്ല, ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത്രയും കോംപ്ലിക്കേറ്റഡ് അല്ല. സാധാരണ രീതിയിൽ ചിന്തിച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒറ്റ ജേണൽ എൻട്രി മതി. ഏതായിരുന്നു? ഒരു 2 നമ്മൾ ക്ലബ് ചെയ്ത് പറഞ്ഞില്ലായിരുന്നോ? അസറ്റ് വാങ്ങിക്കുമ്പോൾ അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്ന് വരും, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചർ എന്ന് വരും അല്ലേ? ഇനി ഡിബഞ്ചർ കൊടുത്തിട്ടാണ് അസറ്റ് വാങ്ങിക്കുന്നതെങ്കിൽ ഒറ്റ ജേണൽ എൻട്രിയേ വരുള്ളൂ, അസറ്റ് അക്കൗണ്ട് അറ്റഡ് ടു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഒറ്റ ജേണൽ എൻട്രി വരും. ഇത് മെറ്റീരിയലിലെ പ്രോബ്ലം ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ചെയ്യിപ്പിച്ചത്. നോക്കാം അടുത്തത്. തേർഡ് മെത്തേഡ്, ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ആസ് എ കൊളാറ്ററൽ സെക്യൂരിറ്റീസ്. നമ്മൾ പറഞ്ഞായിരുന്നു, ബാങ്കിൽ നിന്ന് നിങ്ങളൊരു ലോൺ എടുക്കുകയാണ്. ആ ലോൺ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്രൈമറി അസറ്റ് നിങ്ങൾ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ബാങ്കുകാർക്ക് അത് പോരാ. ബാങ്കുകാർ പറയുന്നത് എന്നാണെന്നറിയാവോ? ലോൺ നിങ്ങൾ അടച്ചു തീരുന്നത് വരെ, ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക? ലോൺ അടച്ചു തീരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ഡിബഞ്ചർ ഞങ്ങളുടെ പേരിൽ അങ്ങ് എഴുതി തരിക. മനസ്സിലായല്ലോ? അത് ആക്ച്വൽ ഡിബഞ്ചർ ആണോ എന്ന് ആദ്യമേ ചിന്തിക്കണം. ഓക്കെ, ഇപ്പം HDFC ബാങ്കിൽ നിന്ന് ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തു. ഞാൻ പറയുന്ന എക്സാമ്പിൾ മനസ്സിലായാൽ പെട്ടെന്ന് മനസ്സിലാവും. HDFC ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തു. ആ ലോൺ എടുക്കുന്ന നേരത്ത് നമ്മൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ക്യാഷ് കിട്ടിയതായിട്ട് കണക്കാക്കും അല്ലേ? ലോൺ 10 ലക്ഷം രൂപ ക്യാഷ് കിട്ടിയതായിട്ട് കണക്കാക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ക്യാഷ് ബാലൻസ് 10 ലക്ഷം രൂപ കൂടും. അതിന് ഇക്വലൻ്റ് ആയിട്ട് എന്തും വരും? ലൈബിലിറ്റി സൈഡിൽ HDFC ബാങ്കിൽ നിന്ന് കിട്ടിയ ലോൺ എമൗണ്ടും കാണും, അല്ലെങ്കിൽ ലോൺ എന്ന് പറഞ്ഞിട്ട് HDFC ബാങ്കിൽ നിന്നും വരും. സോ നോർമൽ കേസിനകത്ത് ആ ട്രാൻസാക്ഷൻ അവിടെ വെച്ച് തീർന്നു. അഡീഷണലി കൊടുത്തിരിക്കുന്ന കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരിക്കുന്ന ഡിബഞ്ചറിന് ഇവിടെ യാതൊരുവിധ പ്രാധാന്യവും ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ? ദാറ്റ് മീൻസ് HDFC ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്ന നേരത്ത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ് ക്യാഷ് ബാലൻസ് 10 ലക്ഷം രൂപ കൂടുകയും ചെയ്യും. ഓക്കെ, ലോൺ എന്ന് പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡ് 10 ലക്ഷം രൂപ കൂടുകയും ചെയ്യും. ദാറ്റ് മീൻസ് അവിടെ അത് ടാലി ആയിപ്പോയി, ഈക്വൽ ആയിപ്പോയി. അഡീഷണലി കൊടുത്തിരുന്ന അഡീഷണലി കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തിരുന്ന ഈ പറയുന്ന ഡിബഞ്ചറിന് യാതൊരുവിധ പ്രാധാന്യവും ബാലൻസ് ഷീറ്റിനകത്തില്ല. കാരണം എന്താ? ഈ ലോൺ അടച്ചു തീർന്നാൽ ആ ഡിബഞ്ചർ ഓട്ടോമാറ്റിക്കലി അങ്ങ് ക്യാൻസൽ ആയിപ്പോവും അല്ലേ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ഒരു 3 വർഷത്തെ ലോണാണെന്ന് വിചാരിക്കുക. ലോൺ അടച്ചു തീർന്നാൽ ഡിബഞ്ചർ ഓട്ടോമാറ്റിക്കലി അങ്ങ് ക്യാൻസൽ ആയി പോകും. പിന്നെ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമേ ഇല്ല. അതിൻ്റെ പുറകെ പോകേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല. മനസ്സിലായോ? സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, this is a third method of consideration for which the company issues of debentures. Issue of debentures as a collateral security means issue of debentures as a subsidiary or secondary security, that is a security addition to the prime securities. The secondary security is to be realized only when the prime security failed to pay the amount of loan. നമ്മൾ പറഞ്ഞതുപോലെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന കൊളാറ്ററൽ സെക്യൂരിറ്റി ഏതാണോ അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ മാത്രമേ സെക്കൻഡ് സെക്യൂരിറ്റിക്ക് അവകാശമുള്ളൂ. The debentures issued as a collateral security can be dealt with in 2 ways in the books. 2 രീതിയിലാണ് ഈ പറയുന്ന പോലെ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. 2 മെത്തേഡായിട്ട്. ഞാൻ പറഞ്ഞ ആ ഒറ്റ എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. HDFC ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ട്. HDFC ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ട്. അതിന് വേറെ ഏതൊരു അസറ്റ് നിങ്ങൾ കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട്, പ്രൈമറി അസറ്റ്. സെക്കൻഡറി അസറ്റ് ആയിട്ട് 10 ലക്ഷം രൂപ ഡിബഞ്ചർ നിങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നതാണ്. സോ നോർമൽ കേസിനകത്ത് ബാലൻസ് ഷീറ്റിനകത്ത് യാതൊരുവിധ ട്രാൻസാക്ഷൻ്റെയും ആവശ്യമില്ല. കാരണം എന്താ? ക്യാഷ് ആയിട്ട് കിട്ടിയ 10 ലക്ഷം രൂപ ക്യാഷ് ബാലൻസ് കൂടും, അസറ്റ് കൂടും. ലൈബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ ലൈബിലിറ്റി സൈഡിനകത്ത് HDFC ബാങ്കിൻ്റെ ലോൺ എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ വരികയും ചെയ്യും. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് നോ എൻട്രി ഈസ് മെയ്ഡ്. ഫസ്റ്റ് മെത്തേഡ് പ്രകാരം no entry is made in the books. On the liability side of the balance sheet below the items of the loan, a note that has been secured by the issue of debentures is to be given. അതായത് ആദ്യത്തെ മെത്തേഡ് അനുസരിച്ച് ഇതിന് യാതൊരുവിധ ജേണൽ എൻട്രിയോ ട്രാൻസാക്ഷൻസിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? HDFC ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ലോൺ എമൗണ്ട് എഴുതുന്നതിൻ്റെ താഴെ ഇത്രയും ഡിബഞ്ചേഴ്സും കൂടെ കൊടുത്തിട്ടാണ് എന്നൊന്ന് പറഞ്ഞൊരു നോട്ട് എഴുതി വെച്ചാണ്. മനസ്സിലായി? HDFC ബാങ്കിൻ്റെ ലോൺ എന്ന് പറഞ്ഞ് ലൈബിലിറ്റി സൈഡിനകത്ത് ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിനകത്ത് കാണിക്കുന്നതിൻ്റെ താഴെ ഇത്രയും ഡിബഞ്ചേഴ്സും കൂടെ നമ്മൾ അതിന് വേണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ആ ഡിബഞ്ചേഴ്സിന് അവിടെ യാതൊരുവിധ പ്രാധാന്യമില്ല. ആ ഡിബഞ്ചേഴ്സ് കിട്ടണേ നമുക്ക് ക്യാഷോ ഒന്നും അല്ല കിട്ടണേ, ഒരു കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് മാത്രം കൊടുക്കണേ.
ലോൺ അടച്ചു തീർന്നാൽ ആ ഡിബഞ്ചർ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ആ ഡിബഞ്ചറിന് യാതൊരുവിധ പ്രാധാന്യവും വേണ്ട, ആ ഡിബഞ്ചറിന്റെ യാതൊരുവിധ ട്രാൻസാക്ഷൻസും വേണ്ട. ആ ബാങ്കിന്റെ ലോണിന്റെ താഴെ ചുമ്മാ അതൊന്ന് എഴുതി വെച്ചാൽ മാത്രം മതി. Okay, and the second method, sometimes issue of debentures as a collateral security is recorded by making a journal entry. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു journal entry എഴുതാം, വേണമെങ്കിൽ. Okay, so journal entry എന്ത് വരും എന്ന് അറിയാമോ? Debenture suspense account debtor, okay, to debenture account. Debenture suspense account debtor to debenture account. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്നാണെന്നറിയാമോ? ഞാനത് വരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ബാലൻസ് ഷീറ്റിനകത്ത് ഓക്കെ, ഇവിടെ ക്യാഷ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപ കൂടും അല്ലേ? എവിടെ നിന്ന് എടുത്താ? HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്താ. സോ ഇപ്പറ എന്ത് വരും? HDFC ലോൺ എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ വരും. ഫസ്റ്റ് മെത്തേഡ് പറഞ്ഞത് ഇവിടെ നിങ്ങൾ ബ്രാക്കറ്റിൽ എന്ത് എഴുതിയാൽ മാത്രം മതി, ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ് 10% ഡിബഞ്ചേഴ്സ് കൊളാറ്ററൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാത്രം എഴുതിയാൽ മതി, വേറെ ഒന്നും വേണ്ട. സെക്കൻഡ് മെത്തേഡിനകത്ത് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ട് എഴുതണ്ട, ഇങ്ങനെ ഒരു നോട്ട് എഴുതണ്ട, നിങ്ങൾ ഡിബഞ്ചേഴ്സ് എന്ന് തന്നെ പറഞ്ഞ് എഴുതിക്കോ. 10 ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിക്കും, നോ ഇഷ്യൂസ്. പക്ഷേ ഓപ്പോസിറ്റ് സൈഡ് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര രൂപയും കൂടെ കാണിക്കണം? 10 ലക്ഷം രൂപയും കൂടെ കാണിക്കണം. മനസ്സിലായി? ഒന്നില്ലെങ്കിൽ ഇത് രണ്ടും വേണ്ട, ആ ഡിബഞ്ചറിന് യാതൊരുവിധ പ്രാധാന്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് രണ്ടും വേണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പോലെ ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ കാണിക്കാം. പക്ഷേ അസറ്റ് സൈഡ് നിങ്ങൾ എത്ര കാണിക്കണം? ഡിബഞ്ചർ സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപ കൂടെ കാണിക്കണം. സിറ്റുവേഷൻ മനസ്സിലായി? പക്ഷേ ഈ ഡിബഞ്ചർ ക്യാൻസൽ ആവുന്ന നേരത്ത് നിങ്ങൾ ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ? എങ്ങനെയാ നിങ്ങളിങ്ങനെ ഒരു ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ട്, എങ്ങനെയാ ജേണൽ എൻട്രി എന്ത് വരും? ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ജേണൽ എൻട്രി വരും അല്ലേ? നോക്കാം. ജേണൽ എൻട്രി ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ അക്കൗണ്ട്. ഡിബഞ്ചർ സസ്പെൻസ് എന്ന് പറയുന്നത് എവിടെ കാണിക്കണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് കാണിക്കണം. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ലയബിലിറ്റി സൈഡിനകത്ത് വരും. ഇനി when the loan is paid, the above entry is cancelled by means of reverse entry. ലോൺ അടച്ചു തീർന്നാൽ ആ കൊളാട്രൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഇല്ലാതെയായി അല്ലേ? ആ ഡിബഞ്ചർ എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം ഇല്ലാതെയായി. അങ്ങനെ വരുന്ന സ്ഥാനത്ത് ഈ ജേണൽ എൻട്രി നേരെ തിരിച്ചെഴുതണം. എങ്ങനെ വരും? ഡിബഞ്ചറിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിബഞ്ചർ അക്കൗണ്ട് വെച്ചർ ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്ന ജേണൽ എൻട്രി. ഡിബഞ്ചർ അക്കൗണ്ട് വെച്ചർ ടു ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി എഴുതിയാൽ അത് ക്യാൻസൽ ആയി പോകും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്താണ് ഡിബഞ്ചർ, ഡിബഞ്ചറിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യണേ, ആ ഇഷ്യൂ ചെയ്യുന്ന രീതി നമ്മൾ പറഞ്ഞപ്പം ക്യാഷ് മാത്രമായിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അടുത്ത വീഡിയോ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് അറ്റ് ക്യാഷ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചത് എന്താ, എങ്ങനെയാണ് ഇതിനെ ഒരു അസറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഡിബഞ്ചർ വരുമ്പോഴുള്ള ജേണൽ എൻട്രി എങ്ങനെയാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഒരു കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. C Limited secured a loan of 8 lakhs from Axis Bank by issuing 1,012% debentures of 100 each as a collateral securities. Required, how will you treat the issue of such debentures? അതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണേ എന്നാണ് നോക്കണേ. ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ജേണൽ എൻട്രിയെ വേണ്ടെന്ന് വെക്കാം, ഒന്നും വേണ്ട അല്ലേ. പക്ഷേ രണ്ടാമത്തെ വെച്ചിട്ടോ, സെക്കൻഡ് കേസിനകത്താണെങ്കിലോ നമ്മൾ എത്രയാണോ നമ്മുടെ കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണേ, 1,000 അല്ലേ, ഇഷ്യൂയിങ് 1,000 ഡിബഞ്ചേഴ്സ് ഓഫ് 1,000 ഈച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് എത്രയാണോ വരുന്നത് അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇഷ്യൂ ആക്സിസ് ബാങ്ക് ഇഷ്യൂയിങ് 12% ഡിബഞ്ചേഴ്സ് ഓഫ് 1,000 ഈച്ച്, അതായത് 1000 ഡിബഞ്ചേഴ്സ് ആണ് എത്ര രൂപ വരുന്നത്, 1000 രൂപ വരുന്നത്. സോ എത്ര വരും, 10 ലക്ഷം രൂപ ഡിബഞ്ചേഴ്സ് വരും അല്ലേ. സോ ഒന്നില്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പ്രകാരം നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമേ ഇല്ല, ജേണൽ എൻട്രി എഴുതേണ്ട ആവശ്യമേ ഇല്ല. അല്ലെങ്കിൽ നമുക്ക് ജേണൽ എൻട്രി എഴുതണം. ജേണൽ എൻട്രി എന്ത് വരും, ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട്
ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. 10 ലക്ഷം രൂപയുടെ ജേണൽ എൻട്രി എഴുതി വെക്കാം. എന്നിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അസറ്റ് സൈഡ് ഡിബഞ്ചർ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് 10 lakhs വരും, ഡിബഞ്ചർ എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയും വരും. ചെയ്ത് മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് ഇഷ്യൂഡ് അറ്റ് ക്യാഷ് ആണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ബൈ.